ഇൻവെസ്റ്റ് കേരളയിൽ നമ്മളോട് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ ഫാത്തിമ ഹെൽത്ത് കെയറിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ പി ഹുസൈനാണ്. ഡോക്ടറെ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നേരിട്ട് കാണുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സമ്മിറ്റാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ഒരു വലിയ വിപുലമായ NRI പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ ഒരു ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഡോക്ടറുടെ മനസ്സിൽ ഈ ഒരു സമ്മിറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റം എങ്ങനെയൊക്കെ പോകുന്നു? എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രവാസി വ്യവസായി കൂടിയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു 10 കൊല്ലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് കേരളം മാറിക്കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വലിയ വിഷയം ഇന്നത്തെ ഉദ്ഘാടനത്തിന് സമയത്ത് തന്നെ നമ്മൾ വി.ഡി. സതീശൻ പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഒന്നും യൂണിയനില്ല, ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും പരസ്പരം സഹായിച്ചു വരികയാണ്, അതുകൊണ്ട് ലേബർ പ്രോബ്ലം എവിടെ ഇല്ല എന്ന് പറയാം. ലേബർ പ്രോബ്ലമായിരുന്നു നമ്മൾ 10-25-30 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമുക്ക് കാണാനും പറ്റും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കിയ ഒരു സ്ഥാപനം ബുദ്ധിമുട്ടിച്ചായിട്ടില്ല. പക്ഷേ എന്നാൽ അവിടെ ഉണ്ട്. പക്ഷെ അത് ഒരു ഗൗരവമായിട്ട് ചിന്തിക്കില്ല. പക്ഷെ നേരെ മറിച്ച് നല്ലൊരു എൻ്റെ പ്രോജക്റ്റ് ഇപ്പം കാലിക്കറ്റിലുള്ള കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് അയക്കരപ്പടി എന്ന് പറയും. അതൊരു 500 കോടി ചിലവാക്കിയിട്ടുള്ളതാണ്. ഏകദേശം ഹാഫ് വേ ആൾറെഡി ത്രൂ ആയി. അത് അവിടെ ഒരു വലിയൊരു കൺവെൻഷൻ സെൻറ്ററും ഒരു 5 സ്റ്റാർ ഹോട്ടലും ഒരു IT ഹബ്ബും അതുപോലെ തന്നെ നമുക്ക് ഒരു റോമൻ തിയേറ്റർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. റോമൻ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറിന് വേണ്ടിയിട്ടാണ്. അതായത് കോളേജസും യൂണിവേഴ്സിറ്റീസിലുള്ള ത്രൂ ഔട്ട് കേരള അവിടെ വന്ന് പ്രവർത്തിക്കാറുണ്ട്. പിന്നെ വെൽനസ് പ്രോഗ്രാം, നമ്മൾക്ക് ഈ മെഡിക്കൽ ടൂറിസം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു സിറ്റിയാണ്. അത് തന്നെ ഏകദേശം നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏതാണ്ട് അടുത്താണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 10 എയർപോർട്ടിന് അടുത്താണ് കരിപ്പൂർ. ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താം. സിറ്റിയിൽ നിന്ന് ഒരു 25 മിനിറ്റ് യാത്ര ചെയ്താൽ അവിടെ എത്താവുന്ന നല്ലൊരു സ്ഥലത്ത്. നമുക്ക് ഇതിനകത്ത് ഈ പ്രോജക്റ്റിനകത്ത് IT പാർക്ക് പോലെയുണ്ട്, IT ഹബ്ബ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ IT കമ്പനികൾക്ക് പ്ലോട്ട് സ്പേസ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണോ? അതെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ആൾറെഡി 2 ബിൽഡിങ് പണി തീർത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ്. US ബേസിലുള്ള കമ്പനിയൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള നമ്മൾ കമ്പനികളും അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ കോഴിക്കോടും IT പാർക്ക് വളരെ സജീവമാണ്. ഊരാളുകളുടെ ഉണ്ട് നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല അത്രയും സ്റ്റുഡൻസുകൾ അവിടെ ഉണ്ട്. ഞാൻ പണ്ട് മറ്റേ മിനിസ്റ്റർ ആയുള്ള സമയത്ത് എന്നോട് പറയുണ്ടായിരുന്നു, ഞങ്ങളുള്ള പ്രോജക്റ്റുള്ള സ്ഥലത്ത് തന്നെ ഒരു 500 അമ്മമാർ പണിക്ക് പോകാതെ MCA പഠിച്ചവരും MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരും ഉണ്ട്. അവർ മദ്രാസിലും പിന്നെ എന്താ പറയുക ബാംഗ്ലൂരും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടമ്മമാരായിട്ട് കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ നമ്മൾക്ക് മാൻ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ സക്സസ് ആകും. അതുപോലെ നമ്മുടെ ഈ മാൻ പവർ ലോകപ്രസിദ്ധമാണ്. ലോകമെമ്പാടും പോയി നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രവാസികളായി മാറുന്നത് അവിടെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കേരളം എവിടെ നിൽക്കുന്നു? അതിലെ ഒരു പുതിയ മാറ്റം, നമ്മുടെ രാജ്യത്തെ 1ാമത്തെ റാങ്ക്, അത് ടോപ്പ് അച്ചീവറാണ്. ആ ടോപ്പ് അച്ചീവറായിട്ട് വന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ റാങ്കിങ്ങാണ്. അതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് റാങ്കിങ് നമുക്ക് കഴിഞ്ഞ തവണ മിസ്സായി. ഇത്തവണ വരുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടി എടുക്കുന്നിടത്താണ് മുമ്പ് നമുക്ക് നമുക്ക് ടോപ്പ് അച്ചീവർ ആകാൻ കഴിയുക. ഇപ്പോൾ അതിലും നമ്മൾ, അതായത് ഇൻവെസ്റ്റേഴ്സും പ്രിയപ്പെട്ട ഇടമായി കേരളത്തെ ഫീഡ്ബാക്ക് കൊടുക്കുന്നിടത്തു നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് വന്നിട്ടുള്ളത്, നേട്ടം വന്നിട്ടുള്ളത്. ഇത് നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ മാറ്റം ശ്രദ്ധിക്കാറുണ്ടോ? അത് കൂടുതൽ ആളുകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രേരണയാകുന്നുണ്ടോ? ഈ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലെ പരസ്പര സംഭാഷണത്തിൽ നിന്ന് സ്വന്തം നാടിനെക്കുറിച്ച് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണ്? തീർച്ചയായിട്ടും വലിയൊരു ലാർജ് ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരു 7 വർഷം മുമ്പാണ് എൻ്റെ ഈ പ്രോജക്റ്റിന് വേണ്ടി പ്ലാൻ കൊടുത്തതും വെച്ചൊക്കെ. അതിനുശേഷം പല മടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിനിസ്റ്റർ രാജു ഇടപെട്ടിട്ട് എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വികസനം വരുന്നു, ഒരു 2000 പേർക്ക് ജോലിയും കിട്ടും, 2000 പേർക്ക് ജോലിയും കിട്ടും, അത് പുറമെ ഒരു 5000 പേർക്ക് അതിൻ്റെ സപ്ലൈ യൂണിറ്റും വരും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി 7 വർഷം മുമ്പേ നടത്തി. ഓണസ്റ്റ്ലി പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഡെബിറ്റ് ബേസ്ഡ് പേഴ്സണാണ് ഞാനൊന്നും, മറ്റേ ക്രെഡിറ്റ് നോക്കി നടക്കുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളെ നാട്ടിലേക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള, നമ്മളെ നാട്ടിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഇതാ ചെയ്തതെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഈ 7 വർഷം കൊണ്ട്, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ പണികളൊക്കെ തുടങ്ങി നന്നായി നടക്കുന്നുണ്ട്. കേരള ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സഹകരിക്കുന്നുണ്ട്. ഓൺലി തിങ് ഈസ്, എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വിഷയമായിട്ടുള്ളത്, ജനങ്ങൾ ഈ പ്രോജക്റ്റുകൾ വരുമ്പോൾ ആ പ്രോജക്റ്റുകൾ ആ നാട്ടുകാരെയോ ഒന്നും ആമയില്ല എന്നുണ്ടെങ്കിൽ
അവർ പരമാവധി ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളും കൂടി കൊണ്ടുപോകും. പണ്ട് ഇത് നമ്മുടേതാണ് എന്നുള്ള ഒരു മാറ്റം. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഈ തുടങ്ങിയ ഒരു 64 ഏക്കർ സ്ഥലമാണ്. ആ സ്ഥലം ചുറ്റിലും 20,000 രൂപയ്ക്ക് പോലും ഒരു സെൻറ്റ് ആരും പോയി മേടിക്കില്ല. ഇന്ന് അവിടെ 3 ലക്ഷം ലാൻഡ് വാല്യൂ കൂടി. ലാൻഡ് വാല്യൂ ഓരോരോ കുടുംബക്കാരും അന്ന് അവർ ഒരു 50 ലക്ഷം രൂപയ്ക്ക് വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം 2 കോടിയുടെ വാല്യൂ ഉള്ളവരായി മാറി. അപ്പോൾ ഡയറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്ന ലാഭമാണ്. അപ്പോൾ ജനങ്ങൾ തിരിച്ചറിയണം, ഇത് ഗവൺമെൻറ്റും ഇൻവെസ്റ്റേഴ്സും മാത്രം വിചാരിച്ചാൽ പറ്റില്ല, അതിൻ്റെ ജനങ്ങളും കൂടിയാൽ മാത്രമേ ഇത് വലിയ ഒരു ജനങ്ങൾ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അനുഭവം കൂടിയാണ് അതിനകത്ത്. അനുഭവത്തിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, അറിവുള്ള സ്റ്റേറ്റ് അല്ലേ. അറിവുള്ള സ്റ്റേറ്റ് ഒരിക്കലും ഞാനൊരു 10-80 രാജ്യങ്ങൾ ചുറ്റിയിട്ടുള്ള ആളാണ്. ഇതുപോലൊരു ഭംഗിയായ സ്ഥലം ഞങ്ങൾ എവിടെ തിരച്ചാലും നമ്മൾ എല്ലാ സ്ഥലവും നന്നായി പറയാനുണ്ട്. പക്ഷെ എന്നാൽ ഇത് നമ്മളെ സ്വന്തം സ്ഥലം, പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സുഖം എന്നും കിട്ടില്ല. ഇപ്പം കിട്ടുന്നുണ്ട്. കണക്ടിവിറ്റി നന്നായി, ജനങ്ങൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകളില്ല. ഇലക്ട്രിസിറ്റി വളരെ പ്രധാനമാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അതുണ്ടായിരുന്നു. പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കേരളത്തിന് വന്ന മാറ്റം. ഇപ്പോൾ ദേശീയപാത വികസനം അത് നടക്കില്ല എന്ന് വിചാരിച്ച് സ്തംഭിച്ചു പോയതാണ്. അത് കേരളത്തിന് പുനരെടുക്കാൻ കഴിഞ്ഞു. അത് ഈ ഡിസംബറോടുകൂടി 2025 ഡിസംബറോടെ കാസർഗോഡ് ടു തിരുവനന്തപുരം നമ്മുടെ അതിർത്തി വരെ, കളിയിക്കാവിള വരെ എന്ന നിലയിലേക്ക് മാറുന്നു. ദേശീയപാത വികസനം വരുന്നു. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ വരുത്തിയിട്ടുള്ള വലിയ മാറ്റം അത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയട്ടെ, എൻ്റെ പ്രോജക്റ്റിന് കാലിക്കറ്റിൽ നിന്ന് വന്ന് എത്തണമെന്നുണ്ടെങ്കിൽ പണ്ട് 45-50 മിനിറ്റ് ആവും. ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. ഒന്നത് അപ്പോൾ ഒരു സിറ്റിയുടെ കൂടെ ഈ സബർബ് പോലും സിറ്റിയായി മാറി. കേരളം എന്ന് പറയുന്നത് ലാർജസ്റ്റ് സിറ്റി ആയി മാറി. അതായത് ഒരു വലിയ നഗരമായി ഇത് മാറുക. അപ്പോൾ അതിൻ്റെ കൂടെ ഈ റോഡ് വലിയ ഉപകാരപ്പെട്ടു എനിക്ക്. കാരണം വെച്ചാൽ ഈ റോഡ് വന്നുകൊണ്ടാണ് ഈ പറയുന്ന 20 മിനിറ്റ് കൊണ്ട് ആൾക്കാർക്ക് എത്താൻ പറ്റും. തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ജനങ്ങൾ അവിടുന്ന് വരാനുള്ള മടി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പിന്നെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വികസിച്ച് വരുന്നതാണ് നല്ലത്. അപ്പോൾ അത് റോഡും ഈ പറയുന്ന സൗകര്യങ്ങൾ ഉണ്ടായത് വലിയ അഡ്വാൻറ്റേജ് ആണ്. എനിവേ വളരെയധികം സന്തോഷം കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചും. അതിനോടൊപ്പം തന്നെ ആസ് ആൻ ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന അതെ അതിനോടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പാഷനാണ് അല്ലേ? റൈറ്റ്. ഏതായാലും നാട്ടിൽ എന്തുണ്ട്, നമ്മളെന്ത് ചെയ്തു എന്നുള്ളത് വിഷയമല്ലേ? ഓക്കെ. ഇപ്പോൾ ഡോക്ടർ ഹുസൈൻ പറഞ്ഞതിൽ 2000-ഓളം മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വിപുലമായൊരു പദ്ധതി കോഴിക്കോട് അങ്ങനെ ഗംഭീരമായതിൻ്റെ പാതി വഴിവിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വേളയിലാണ് നമ്മുടെ ഇൻവെസ്റ്റ് കേരളയിൽ ഈ സമ്മിറ്റിൽ അദ്ദേഹം വന്നതും കൈരളി ന്യൂസിനോടും ഓൺലൈനോടും സംസാരിച്ചത്. താങ്ക് യു.